السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يهدله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആമുഖത്തിന് പ്രസക്തിയില്ലാത്തവണ്ണം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം ഉന്മാദി ഹൃദയങ്ങളെ ശാന്തമാക്കുന്ന ഇലാഹി ചിന്തകളെന്ന ഒരു കാലിക പ്രശസ്തമായ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ഖുർആനിലെ അധ്യാപനം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാലത്ത്, ഈ ഒരു നൂജൻ കാലത്ത് ഇന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത അല്ലാഹുവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇന്ന് എല്ലാവരും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും കൂടെ കൂടി പോകുമ്പോൾ, ഒരു ലൈക്കിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, ഒരു ലൈക്ക് അടിച്ചാൽ അവൻക്കുള്ള സമാധാനം ലഭിക്കുകയാണ്. അവൻക്ക് അല്ലാഹ് എന്നുള്ള ചിന്ത അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശാന്തമാക്കൽ നമ്മുടെ അനിവാര്യമാണ്. അല്ലാഹുവിനെ ഏത് സമയത്തും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആലയാണ് നമ്മുടെ എല്ലാം. നമുക്കറിയാമല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഒരു മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ ഹൃദയത്തെ അവൻ നല്ല രീതിയിൽ അവൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവൻ അതാ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. നേരെ മറിച്ച് അവൻ അതാ ആ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കാതെ, ആ ഹൃദയത്തെ അവൻ ഇങ്ങനെ വിട്ട് നടക്കുകയാണെങ്കിൽ, ഹൃദയത്തോട് അവനൊരു കടമ കാണിക്കാതെ നടക്കുകയാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് സ്വാലിഹീങ്ങളുടെ ഹൃദയത്തിലാണ്. വഅനീതു റബ്ബുകും ഖുലൂബു ഇൻദ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ഹൃദയത്തിലാണ്. ഈ ദുനിയാവിലുള്ള ഒരു സ്ഫടികം അല്ലാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സ്വാലിഹീങ്ങളുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിനെ ഏത് സമയവും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഖൽബ് കറുത്തു പോവുകയാണ്. നമ്മുടെ ഹൃദയം അതാ ഖസ്വത്തുൽ ഖൽബായി പോവുകയാണ്. ഹൃദയം കറുത്തു പോവുകയാണ്. ആ ഹൃദയം കറുത്തു പോകുന്നതോടുകൂടെ ഉസ്താദുമാരുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളൊന്ന് പറയുമ്പോൾ അത് അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? ഖസ്വത്തുൽ ഖൽബായി പോയി. നമുക്കറിയാമല്ലോ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും, ആ പാപങ്ങളെല്ലാം നുഖ്തതു സൗദാ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത കുത്തിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ നമ്മൾ ധാരാളം തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഹൃദയം അങ്ങതാ കറുത്തു പോവുകയാണ്. അപ്പോൾ ഒരു ഉപദേശവും നമുക്ക് മനസ്സിലേക്ക് കടന്നു വരില്ല. ഒരു ഉപദേശം പറഞ്ഞു തരുന്ന ഉസ്താദുമാർ അനുസരിക്കാനുള്ള മനസ്സ് വരില്ല.
വരൂല, ഉമ്മാനെ അനുസരിക്കാനുള്ള മനസ്സ് വരൂല. അതുകൊണ്ട് മുഅ്മിനുകളായ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തെ ശാന്തമായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മഹാന്മാര് പല രീതിയിലും പറയുകയാണ്. അതാ ബഹുമാനപ്പെട്ടവർ, അതാ നമ്മുടെ ശാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നൂറ് കിട്ടണോ? ആ നൂറ് കിട്ടണമെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടത് നമ്മുടെ അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ്, ഞാൻ പറയട്ടെയോ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്തെന്നറിയുമോ? നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ അതാ നമ്മൾക്കതാ മഹാന്മാര് പറഞ്ഞു തരുന്നു. ദവാഉ ഖൽബിക ഖംസുൻ ഇൻദ ഖസ്വതിഹി ഫദും അലൈഹാ കഫുസ് ബിലാ ഖൈരി വല്ലഫരി. എന്തെന്നറിയുമോ? നിന്റെ ഖൽബ് മരവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണം. 5 കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് പറയുകയാണ്, ഫദും അലൈഹാ കഫുസ് ബിലാ ഖൈരി വല്ലഫരി. അതായത് ഈ കാര്യം നിങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നിത്യമായി ദായിമായിട്ട് നീ കൊണ്ടു നടക്കണം. ഏതാണെന്നറിയുമോ? ഒന്നാമതായി പറയുകയാണ്, ഖലാഉ ബത്നിൻ, നിന്റെ വയറിനെ കാലിയാക്കലാണ്. നിന്റെ വയറിനെ കാലിയാക്കലാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഒരു മാസത്തിൽ ഒരു 3 നോമ്പ് നോറ്റാൽ അവന്റെ വയറ് കാലിയാവാൻ നല്ലതാണ്. അതായത് ഹറാമായ ഒരു ഭക്ഷണവും അവന്റെ വയറിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. അവന്റെ വയറിലേക്ക് ഹറാമായ രീതിയിലുള്ള ഒന്നും കടന്നു ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെയാണ് വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ സാഹചര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കും ഇന്ന് വിശക്കുന്നില്ല. അതിന്റെ മുമ്പ് തന്നെ ഓരോ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് കഴിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അത് വല്ലാത്ത തെറ്റിലേക്ക് നമ്മുടെ ഖലാഉ ബത്നി, ആ വയറിനെ നിറച്ചാൽ വല്ലാത്ത തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖലാഉ ബത്നിനെ സൂക്ഷിക്കണേ. പിന്നെ രണ്ടാമതായി പറയുകയാണ്, വഖുർആനു തദബ്ബറഹു, അർത്ഥം ചിന്തിച്ചിട്ടുള്ള ഖുർആൻ പാരായണമാണ്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് നിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അതാ ഒരു സമാധാനം ലഭിക്കുകയാണ്, ഒരു ശാന്തി ലഭിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, അതാ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ഓ മനുഷ്യ, നിനക്ക് നേരമായില്ലയോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഓ മുഅ്മിനായ മനുഷ്യ, നിനക്ക് നേരമായിട്ടില്ലേ? എന്തിനെന്നറിയുമോ? അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാനും നിന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താനും നിനക്ക് സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു ഇറക്കിയ സത്യമാകുന്ന ഖുർആനിനെ ഒന്ന് ചിന്തിച്ച് ഓതാൻ നിനക്ക് നേരമായിട്ടില്ലേ? ആ ഖുർആൻ ഒന്ന് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ നിന്റെ കൽബിലുള്ള ഒരു കറുത്ത പാട്, നിന്റെ കൽബിലുള്ള ആ കറുങ്കട്ടിയെ എടുത്തു കളയുമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, അർത്ഥം ചിന്തിച്ചിട്ടുള്ള ഖുർആൻ ഓത്ത് നീ തുടരണേ. അത് നിന്റെ കൽബിനെ ശുദ്ധിയാക്കുന്നതാണ്. അതാ മൂന്നാമതായി പറയുകയാണ്, കദാ തളറുഖബാ ഇനാ ഹത്താ സൻഹാ.
അതായത് നീ അതാ രാത്രിയുടെ പകൽ, അതായത് നീ അതാ ഒരു നേരത്ത് നീ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം. അത്തായ സമയത്ത് നീ അള്ളാഹുവിനെ ഓർത്ത് കരയേണ്ടതാണ്. അത്തായ സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് നീ കരയണമെന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ല നിലക്കുള്ള ഈമാനോട് കൂടിയുള്ള ജീവിതം ജീവിക്കാൻ, ഹൃദയത്തെ ശാന്തമാക്കിയിട്ട് ഹൃദയത്തെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.